ആ നല്ല പുട്ടും പപ്പടവും പഴവും ഒക്കെ ഉണ്ട്, എടുത്താലോ? വേണ്ട. ഓ ആയിക്കോട്ടെ. നിങ്ങളെ ഇവിടെ ഇതിനു മുമ്പ് എങ്ങും കണ്ടിട്ടില്ലല്ലോ. പാലക്കാട് നിന്ന് കുറച്ച് തെക്കാണ് ദേശം. ഇവിടെ മനക്കിൽ വന്നതാ. കഥകളിക്കാരനാ? അതെ, ആശാന്റെ കീഴിൽ പഠിക്കാൻ വന്നതാ. കിള്ളിക്കുറിശി മംഗലത്തെ കളരി തുടങ്ങിയ പിന്നെ എവിടുന്നൊക്കെയാ ആളുകൾ വരണേ? അല്ല, എവിടെയാ താമസം? കൂട്ടുപാതൊക്കെ എടുത്ത് ഒരു പീടിക മുറി കിട്ടിയിട്ടുണ്ട് തൽക്കാലം. ആ, നിങ്ങള് നായരോ നമ്പ്യാരോ മേനോനൊക്കെ ആണല്ലോ അല്ലേ? കണ്ടപ്പോ തോന്നി. അതകത്ത് കയറ്റിയിരുത്തിയത്. പോവാ, പോ പോ. നമ്മുടെ ആശാനെക്കുറിച്ചും പുറത്തൊക്കെ നല്ല മതിപ്പാ അല്ലേ? അല്ലാതെ ഇപ്പൊ ഇയാൾ അന്വേഷിച്ചു വരുവോ? നമ്മുടെ നാട്ടില് കലാകാരന്മാരല്ലാത്തവര് ആരാടാ ഗോപാല? നമ്പ്യാർമാരുടെ ആ കൂത്തും ആ കൂടിയാട്ടവും, നായരിച്ചികളുടെ ആ മോഹിനിയാട്ടം, ചെണ്ട, മിഴാവ്, മദ്ദളം, ഹൈ എന്താ ഈ നാട്! അല്ല, നിങ്ങളും പാടാറില്ലേന്നും? ചായക്കടക്കാരനായത് ദുര്യോഗം. സ്വപ്നത്തിൽ നിങ്ങള് പാട്ടുകാരൻ നെടുങ്ങാടിയല്ലേന്നും? ആ, അതും ശരിയാ. നിങ്ങളൊന്ന് പാടിയും. ഓ ആയിക്കോട്ടെ. അല്ല കുഞ്ഞുണ്ണിയെ, താനെന്താ ഇവിടെ തന്നെ ഇരുന്നത്? ദീപാരാധന തൊഴുതില്ലേ? തൊഴുതു. ഇന്ന് ഇത്തിരി നേതിച്ചോറ് അധികം കിട്ടി. കുറച്ച് കൊണ്ടുപോകണോ? ഏയ് വേണ്ട. തനിക്ക് മനക്കിലെ വാസം നന്നായി ബോധിച്ചെന്ന് തോന്നണു ഇല്ലേ? ഒന്നിനും ഒരു കുറവുമില്ല. ആശാനും കളരിയും എൻ്റെ ഭാഗ്യം തന്നെയാ. മുൻചുണ്ടിക്കാരനായ ആശാൻ എന്നെപ്പോലൊരാളെ ശിഷ്യനായി കൊണ്ടു നടക്കുന്നത് തന്നെ ഭാഗ്യം. ഹായ്, തനിക്ക് എന്താണ് ഒരു കുറവ്? ആശാനെ പോലെ തന്നെ പതുക്കെ ഒരു കേശഭാരം തനിക്കും വേണം. അയ്യോ, ഞാനതിനൊന്നും ആയിട്ടില്ല. ആശാൻ എവിടെ, ഞാനെവിടെ? നാളെ ഇത്തിരി വലിയ പാത്രം കൊണ്ടുവരണം. 4-5 വിരുന്നുകാരുണ്ടേ. കുഞ്ഞുണ്ണി, എന്നാ യാത്രയില്ല കേട്ടോ. ആ കുഞ്ഞുണ്ണി, അതെ ഞാൻ വെള്ളിനേഴ് വരെ ഒന്ന് പോവാ. കുഞ്ഞൂട്ടിക്ക് തീരെ സുഖമില്ല. ഇത്തിരി നേരത്തെ അങ്ങോട്ട് എത്തിയാലേ വൈദ്യരെ കണ്ട് കഷായം മേടിക്കാൻ വയ്ക്കൂ. ഒറ്റ കുട്ടിയാണേ. അവക്കെന്തെങ്കിലും വന്നാ സൈക്കിൾ എനിക്ക്. അവക്ക് ഇത്തിരി ചീരാപ്പ് വന്നാ പോലും എൻ്റെ നെഞ്ചങ്ങോട്ട് നേറും. ഇവിടുന്ന് കുറെ ദൂരമുണ്ടോ? തോണി കിട്ടുകയാണെങ്കിൽ ഒരു 2-2.5 നാഴികയോടെ അങ്ങോട്ട് എത്തും. ആശാൻ നാളെ തന്നെ എത്തുമല്ലോ അല്ലേ? എത്തും. ആ പിന്നെ നാളെ താൻ നേരത്തെ കളരിയിലേക്ക് അങ്ങോട്ട് എത്തുക. കുട്ടികളൊക്കെ ഒച്ചനക്കം പഠിപ്പിക്കുമ്പോഴേക്ക് ഞാൻ അങ്ങോട്ട് എത്തും. താനൊരു വലിയ ആളാവും. കണ്ണും മെയ്യും കൈയും ഈശ്വരൻ അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട്. കൈയെത്തുന്നോടത്ത് മനസ്സെത്തുക, അങ്ങനെയല്ലേ പ്രമാണം? നളൻ, അർജുനൻ ഇതൊക്കെ കെട്ടാറാവുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം. ആശാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് വേണ്ടോളുണ്ട്. താനത് കണ്ടില്ല എന്നടിക്കാതിരുന്നാൽ മാത്രം മതി. കുരുത്തം അതന്നെയാ വേണ്ടത്. തലയിൽ മുടിവെച്ചാൽ കഴിഞ്ഞില്ലേ മനുഷ്യജന്മം. പിന്നെ ആരാ കഥാപാത്രം? ഭാഗ്യം വേണം, പിന്നെ സാക്ഷാൽ ഈശ്വരൻ്റെ അനുഗ്രഹവും. കാലിടറിയാ തീർന്നില്ലേ ഈ ജന്മവും വരും ജന്മവും. താൻ നന്നായിട്ട് വരും കുട്ടിയെ. എന്നാ യാത്രയില്ല. ഓ എല്ലാം പറഞ്ഞ പോലെ. ശരി ആശാനെ. കിള്ളിക്കുറിശി മംഗലത്തെ ജീവിതം ഇഷ്ടപ്പെടണ്ടോ ആവോ? ഇഷ്ടായി. നായരുടെ ചായക്കടയിലാ പറ്റെന്ന് അറിഞ്ഞത്. അല്ലാതെ വഴിയില്ലല്ലോ. എന്നാ ഇനി മുതൽ എന്നും കാപ്പിയും പലഹാരവും മനക്കിന്ന് തന്നെ ആവാന്ന് അകത്തുള്ളവര് പറഞ്ഞിരിക്കണോ?
ഭക്ഷണത്തിനായി പുറത്തു പോയി കഷ്ടപ്പെടണ്ടെന്ന് സാരം. മനക്കലെ കുളത്തിൽ കുളിക്കുകയും കാവിലെ തൊഴുകയും കൂടി ആവാം. ദാ എണ്ണ കഴിയുമ്പോ പറഞ്ഞാ മതി. ഓ. ഇത് പത്തായപ്പുരയുടെ താക്കോലാണ്. കണ്ണിക്കണ്ട പീഡിയ മുറിയിലൊന്നും കയറി കിടക്കണ്ടായി നീ. പത്തായപ്പുരയിൽ കിടന്നോളാൻ പറഞ്ഞിരിക്കണോ? ഇനിയും ഒരുങ്ങിയില്ലേ? അകത്തേക്ക് വരൂ. ഇന്ന് നാരായണ നമ്പ്യാരുടെ കൂത്താ, നല്ല രസായിരിക്കും. പിന്നെ എന്റെ വരണുണ്ട്, അതാണ് അവളിന്ന് ഇത്ര അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നത്. അതെയോടി? അല്ല, ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ആഹാ, പറയ്. അതൊക്കെ പിന്നീടാവാം. സ്വപ്നം കണ്ടതേ പറയരുതെന്നാ. വാ, നമുക്കിത്തിരി പല്ലാങ്കുഴി കളിച്ചാലോ? അയ്യോ, നമുക്ക് പോകാം. പോയി പെട്ടെന്ന് ഒരുങ്ങൂ. ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോളൂ. ഇവിടെ എല്ലാരും നേരത്തെ പോയിട്ടുണ്ട്. ദീപാരാധനയും തൊഴാലോ. എന്നാ ഞങ്ങൾ ഇറങ്ങുക. വരണില്ലല്ലോ? ശരി ശരി. ഉം.